വയനാട് പനമരത്ത് അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി. പോത്തിനെ പിടികൂടുന്നതിനിടെ വനവകുപ്പ് ജീവനക്കാരന് പരിക്കേറ്റു. വനവകുപ്പ് സംഘം ഉതിർത്ത എയർ ഗണ്ണിന്റെ പെല്ലറ്റ് കൊണ്ട് 2 നാട്ടുകാർക്കും പരിക്കേറ്റു. വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, എപ്പോഴായിരുന്നു സംഭവം? അരുണ്യ, ഇന്നലെ ഉച്ചയോടെയാണ് ഈ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടുന്നത്. തുടർന്ന് വളരെ ദീർഘമേറിയ ശ്രമത്തിനൊടുവിൽ ഈ രാത്രിയോട് കൂടെയാണ് ഈ പോത്തിനെ പിടികൂടാനുള്ള ശ്രമം വനവകുപ്പിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ ജയസൂര്യക്ക് ഇന്നലെ രാത്രിയോടുകൂടി പരിക്കേൽക്കുന്നത്. ജയസൂര്യൻ നേരത്തെ ജയസൂര്യന് സാരമായ പരിക്ക് മാത്രമാണ് ഏറ്റിട്ടുള്ളത്. തുടർന്നാണ് ഈ പോത്തിനെ ഇന്ന് രാവിലെ വീണ്ടും പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ വനംവകുപ്പിൻ സംഘം ഉയർത്ത എയർഗണിന്റെ പെല്ലറ്റ് കൊണ്ട് 2 നാട്ടുകാർക്കും പരിക്കേൽക്കുന്നു. അങ്ങനെ 3 പേർക്ക് ഈ പോത്തിനെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലൂർ കാപ്പകം സ്വദേശി ജലീൽ, കൂളിവൽ സ്വദേശി ജസീം എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ കാട്ടുപോത്തിനെ എതിർക്കുന്ന സമയത്ത് അതിന്റെ പെല്ലറ്റ് തെറിച്ചുപോയാണ് അബദ്ധത്തിൽ ഈ 2 പേരുടെയും ശരീരത്തിലേക്ക് പതിച്ചിട്ടുള്ളത്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴുത്തിനും അതുപോലെ തന്നെ കാലിനുമാണ് പരിക്കേറ്റത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. 2 പേരുടെയും ആരോഗ്യസ്ഥിതി ഭേദമാണ്. എന്തായാലും ഈ പോത്തിനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ പെരുന്നാളിന് വേണ്ടി ഇറക്കാൻ കൊണ്ടുവന്ന പോത്താണെന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ് അതിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത്. തുടർന്നാണ് ജയസൂര്യൻ എന്ന് പറഞ്ഞൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനും ഇന്ന് രാവിലെയോടുകൂടി 2 നാട്ടുകാർക്കും ഇത്തരത്തിൽ പരിക്കേൽക്കും. എന്തായാലും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പോത്തിനെ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പിടികൂടിയിട്ടുണ്ട്. അരുണ. ശരി, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.